പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് ഗൂഗിളിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുന്നുണ്ട്, ഒറ്റ ഒരു സെർച്ചിൽ തന്നെ പല പല ഓപ്ഷൻ, പല പല കാര്യങ്ങൾ നമുക്ക് ഒറ്റ ഒരു സെർച്ചിൽ തന്നെ വരും. അതുകൊണ്ട് തന്നെ ഈ നമ്മളിപ്പോൾ ഉദാഹരണം പറയുന്ന ഒരു നടന്മാരുടെയൊക്കെ ഏത് തരത്തിലുള്ള കളർ ഫോട്ടോയോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയോ ഏത് വേണേലും അത് ഒറ്റ സെർച്ചിൽ തന്നെ നമുക്കത് പല ഓപ്ഷനായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് അതൊക്കെ ഇങ്ങനെ ഒരു പുതിയൊരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്ഡേറ്റിൽ തന്നെ പുതിയൊരു വലിയൊരു മാറ്റം ഇതുകൊണ്ട് തന്നെ ഗൂഗിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ളതാണ്. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് മിക്കവാറും ഉള്ളവർക്കെല്ലാം പുതിയതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ലൊരു അടിപൊളി ഒരു ഓപ്ഷനാണ്. അപ്പൊ നമുക്ക് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് കാണിക്കുന്നത്. അതായത് സെർച്ച് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എന്ത് സെർച്ച് ചെയ്താലും ഇതുകൊണ്ട് തന്നെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ഗൂഗിളിൽ ഇതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്തു. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇതിപ്പോ ഞാൻ സെർച്ച് ചെയ്യുന്നത് എന്റെ ചാനലിന്റെ പേര്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലിന്റെ പേര് സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെർച്ച് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ എന്റെ ചാനലിന്റെ പേരൊന്ന് സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, APTK ടെക് ആൻഡ് ടിപ്സ് എന്ന് ഞാനൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾ എന്നുള്ളതിലല്ലേ കിടക്കുന്നത്. സെർച്ച് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ഓൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷനിലാണ് കിടക്കുന്നത്. ഇപ്പം ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താഴോട്ട് വീഡിയോസ് ഇതെല്ലാം കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓപ്ഷനിൽ നിങ്ങൾ കണ്ടല്ലോ, ഇത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്, ഇത്രയും വീഡിയോകളൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീഡിയോസിൽ നമ്മൾ ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോസ് എല്ലാം ഇങ്ങനെ കാണിക്കും. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നേ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പുതിയ ഒരു മാറ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഇതാണ് ഞാൻ പുതിയ മാറ്റം എന്ന് പറഞ്ഞത്. എൻ്റെ അടുത്ത ഈ സ്റ്റെപ്പ്, അതായത് ഷോർട്ട് വീഡിയോസ്. ഓക്കെ, ഇത് ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് എന്നുള്ള അതൊരു പുതിയ ഇതാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇത് ആദ്യമേ ഇല്ലായിരുന്നു. ഇതിപ്പം പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള ഒരു ഇതാണ്. മിക്കവാറും നിങ്ങൾക്കൊക്കെ വന്നു കാണും. നിങ്ങൾ ഇത് കണക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇത് ആദ്യമേ ഇല്ലായിരുന്നു, ഇപ്പോൾ ഇത് വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ അടുത്തായിട്ട് ഇതൊക്കെ ഈ ഇമേജസ് ഇതൊക്കെ ഉള്ളതാണ്. ഇത് ഇപ്പൊ നേരത്തെ തന്നെ ഉള്ളതായിരുന്നു. എന്നാലും ഇത് ഞാനൊന്ന് വെറുതെ കാണിക്കുകയാണ്. ഇങ്ങനെയുള്ള പല ഓപ്ഷൻ ഇത് പഴയതാണെങ്കിൽ പോലും ഇത് കണക്ക് ഇമേജ് നമ്മൾ ഏതെങ്കിലും ഒരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇമേജസ് എന്നുള്ള അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണക്ക് അതിന്റെ ആ ഇമേജസ് ഒക്കെ കാണിക്കും. ഇതിപ്പം യൂട്യൂബ് ചാനലിൽ നിന്നല്ല, എന്തൊരു കാര്യത്തിനും അത് കണക്കാണ്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ ഇതിപ്പോൾ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, തൊട്ടടുത്ത് ഷോപ്പിംഗ് എന്നുള്ള ആ ഷോപ്പിങ്ങിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ആദ്യമേ സെർച്ച് ചെയ്ത് എൻ്റെ ചാനലിന്റെ പേരായത് അതങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ അവിടോട്ട് തന്നെ മൈക്കിൽ നിന്ന് ആ ഷോപ്പിംഗ് ഉള്ള ഇടത്തോട്ട് മൈക്കിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തരം മൈക്കുകൾ, അതായത് ഈ എല്ലാത്തരം മൈക്കുകൾ, വയർലെസ് ആയാലും വിത്ത് വയർ ആയാലും എല്ലാത്തരം മൈക്കുകൾ, മൈക്രോഫോണും കണ്ടൻസർ മൈക്ക് എല്ലാത്തരം മൈക്കുകളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതേമാതിരി തന്നെ നമുക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നടന്മാരുടെയോ അല്ലെങ്കിൽ നടിമാരുടെയൊക്കെ നമുക്ക് ഒരു പ്രത്യേക ഫോട്ടോ ഏതെങ്കിലും നമുക്കൊന്ന് വേണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മോഹൻലാലിന്റെ പേര് ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. മോഹൻലാലിന്റെ. ഓക്കെ, ഞാനപ്പോൾ മോഹൻലാലിന്റെ പേര് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഈ താഴെയായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പല പല ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. വാൾപേപ്പർ, ഓൾഡ്, ഡ്രോയിങ്, ഇങ്ങനെ പല. ഓക്കെ, ഇങ്ങനെ പല ഓപ്ഷൻ ഈ താഴെയായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ഓപ്ഷനിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കളർ ഇപ്പം പല രീതിയിലുള്ള, അതായത് ഇപ്പം വാൾപേപ്പർ എന്നുള്ള ഞാൻ അതിനകത്ത് ഒന്ന് ടച്ച് ചെയ്തു വാൾപേപ്പർ. ഓക്കെ, അപ്പൊ ആ ടൈപ്പിലുള്ള ഫോട്ടോസൊക്കെ അപ്പോൾ ഇങ്ങനെ ആ ടൈപ്പിലുള്ള ഫോട്ടോസാണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഉള്ളിടത്തൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഫോട്ടോകളൊക്കെ പല രീതിയിലുള്ള ഫോട്ടോകളൊക്കെ ഇവിടെ കാണാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ ഇവിടെയുള്ള എല്ലാ ഓപ്ഷനും അതേമാതിരി സ്റ്റൈലിഷ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ രീതിയിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ളത്. പിന്നെ അങ്ങനെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഏത് തരം നമുക്ക് ആവശ്യമുണ്ടോ ഒറ്റ ഒരു സെർച്ചിൽ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ താഴെയായിട്ട് പല ഓപ്ഷൻ ഇങ്ങനെ വരും. ആ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഓപ്ഷനിൽ നോക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ തരത്തിലുള്ള ഇതുകൊണ്ട് ഫോട്ടോ ഇവിടെ വരുന്നുണ്ട്. ഇതേമാതിരിയാണ് ഏതൊരു ഇപ്പം മോഹൻലാലിന്റെ എന്നല്ല, ഇപ്പോൾ ഏതെങ്കിലും നടിമാരുടെ വേണമെങ്കിലും ആരുടെ വേണമെങ്കിലും നമുക്ക് ഇതേമാതിരി തന്നെ നമുക്ക് ഫോട്ടോസ് ഇങ്ങനെ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇപ്പം പുതിയതായിട്ട് വന്ന കുറെ മാറ്റങ്ങൾ വന്നതാണ്. ഇത് നമുക്ക് ഗൂഗിളിന്റെ സെർച്ച് ബാറിൽ തന്നെ ഒരുപാട് നല്ല മാറ്റങ്ങളാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇത് നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്കും അറിയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയൊക്കെ പല പല ഓപ്ഷൻ ഇതുകൊണ്ടൊക്കെ ഗൂഗിളിന്റെ സെർച്ച് ബാറിൽ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.